നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടം കനക്കുകയാണ്. ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു. അതിന് മുമ്പ് നടന്ന മത്സരത്തിൽ ലിവർപൂൾ അവരുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവർ വിജയിച്ച് കയറിയിരിക്കുന്നു. 3-2 ഗോളുകൾക്കാണ് ബ്രൈറ്റൺ അവർ പരാജയപ്പെടുത്തിയത്. ലിവർപൂളിനായിട്ട് ഡയസും മോസലായുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ബ്രൈറ്റൻ്റെ ഗോൾ വെൽബക്കിൻ്റെ വകയായിരുന്നു. ലിവർപൂളിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ന്യൂനസും സലായും ഡയസും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് വെൽബക്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബ്രൈറ്റൺ അവരുടെ മുന്നേറ്റങ്ങൾ മെനഞ്ഞത്. 2ാമത്തെ മിനിറ്റിൽ തന്നെ വെൽബക്കിലൂടെ അവർ ലീഡെടുത്തിരുന്നു. പിന്നീട് ലിവർപൂൾ നിരവധി അവസരങ്ങൾ നിരന്തരം ഉണ്ടാക്കുന്ന കാഴ്ച. 27ാമത്തെ മിനിറ്റിൽ ഡയസിലൂടെ ലിവർപൂൾ സമനില പിടിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2 ടീമുകളും ഓരോ ഗോളുകൾ അടിച്ച് 1-1 സമനിലയുമായിട്ടാണ് പിരിഞ്ഞത്. 2ാം പകുതിയിൽ മോസലായുടെ ഗോൾ പിറക്കുന്നു. 65ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഗോൾ വന്നത്. അസിസ്റ്റ് നൽകിയതാവട്ടെ മാക്കലിസ്റ്റർ ആണ്. ഇന്ന് മധ്യനിരയിൽ മികച്ച പ്രകടനമാണ് അർജന്റീൻ സൂപ്പർ താരം അലക്സിസ് മാക്കലിസ്റ്റർ നടത്തിയത് എന്നത് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും മോസലായുടെ ആ ഗോള് സീസണിൽ അദ്ദേഹത്തിൻ്റെ 16ാമത്തെ ഗോളാണ്. ഏർലിംഗ് ഹാലൻഡിന് മാത്രം പുറകിലാണ് ഇപ്പോൾ ഗോളടിയുടെ ചാർട്ടിൽ മോസലായി ഉള്ളത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയണം. ഈ മത്സരം വിജയിച്ചതോടുകൂടി ഇപ്പോൾ യർഗൻ ക്ലോപ്പ് 300 വിജയങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു. ലിവർപൂളിന് വേണ്ടി എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് 300 വിജയങ്ങളിലേക്ക് എത്തുന്ന 4ാമത്തെ മാത്രം ലിവർപൂൾ മാനേജറാണ് അദ്ദേഹം എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. നിലവിൽ 29 കളികളിൽ നിന്ന് 67 പോയിന്റുമായിട്ട് ലിവർപൂൾ പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണ്. ആഴ്സണലിന് 65ഉം സിറ്റിക്ക് 64 പോയിന്റുകളാണുള്ളത്. ആ മത്സരത്തിൻ്റെ റിസൾട്ട് അനുസരിച്ച് ഈ പട്ടികയിൽ മാറ്റമുണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.